ഉസ്താദേ പിന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദോരക്കാന്ന് പറഞ്ഞില്ലേ? ആ നോട്ട് ബുക്കില് രാത്രിയാ അതെ രാത്രിയാ ദ്വാരക്കല് രാത്രി തഹജ്ജുദിന്റെ ശേഷം ദ്വാരയുള്ളൂ. മുമ്പ് ദ്വാരയിലായി എഴുതി വെക്കുന്നത് വേറെ എഴുതി വെക്കുന്നത് വായിച്ച് അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കാക്കളെ ആ ബുക്കുള്ള കാലത്തോളം ഞാനുള്ള കാലത്തോളം ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. ഏകദേശം 2-2:30 മണിക്കാണ് രാത്രി. നിങ്ങൾക്ക് ഓതാനാവുമോ? 1000 തഹ്ലീല്, 300 സലാത്ത്, 101 ഫാത്തിഹ എന്നും ചെല്ലും. അതെല്ലാം ഓതിയിട്ടാണ് നമ്മളെ നോക്കണ്ടേ. തഹ്ലീൽ 1000, 101 ഫാത്തിഹ, ഇതിലേ 300 സലാത്ത്, 3 തരം. അപ്പോഴേക്ക് 2-2:30 മണിയാവും. 2:30 മണിയായി നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ച എല്ലാം ഞാൻ വായിക്കും. എല്ലാം ഞാൻ വായിക്കാതെ അള്ളാഹ് അറിയുന്ന ആളാണല്ലോ അള്ളാഹ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. നമ്മള് പുറക്കാട് ഉസ്താദിനെ കാണാൻ വന്നപ്പോ ഉസ്താദിനോട് ഞങ്ങളൊന്ന് മൊത്തത്തിൽ ദ്വാരുന്നേരം നിങ്ങളെ നാടും തീയതി എവിടെ എഴുതിക്കണേ. ഉസ്താദ് പറഞ്ഞത് നിങ്ങള് നോട്ട് പുസ്തകം തന്നു. അതിൽ കുറെ ആൾക്കാർ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രയാസങ്ങളും മറ്റൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയാല് ഉസ്താദിന്റെ ചില ചിട്ടകളും അപരാധങ്ങളും ഉണ്ട്. ഉസ്താദ് രാത്രി എണീറ്റിട്ട് ആണ് ഈ നോട്ട് പുസ്തകത്തിൽ എഴുതിയതൊക്കെ ഉസ്താദ് വായിച്ചിട്ട് ഉസ്താദ് അള്ളാഹിനോട് ദുആ ചെയ്യും. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ? സാത്വികനായൊരു പണ്ഡിതനാണ്. സമസ്തയുടെ 40 അംഗ മുഷാവറയിൽപ്പെട്ട ഒരു പ്രമുഖ ആലിമാണ്. ഇതേപോലുള്ള വലിയ ആലിമീങ്ങൾ അവരാണ് ശരിക്കു പറഞ്ഞാൽ ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത്. തൻ്റെ സഹജീവികളായ മനുഷ്യരുടെ വിഷമങ്ങളും ആകുലതകളും വേവലാതികളുമൊക്കെ ശരിയായ രീതിയിൽ കേൾക്കുകയും അത് രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞ് ആ രേഖപ്പെടുത്തിയെടുത്ത് അർദ്ധരാത്രിയിൽ എല്ലാവരും സുഖസുഷുപ്തിയിലാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ആ തൻ്റെ സഹജീവികളുടെ വിഷമങ്ങളെല്ലാം എഴുതിയത് വായിച്ച് റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഉത്തരം തേടുകയാണ്. ഇതുപോലുള്ള ആലിമീങ്ങൾ, പണ്ഡിതന്മാർ അവരാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെയുള്ള സർവ്വ ആലിമീങ്ങൾക്കും അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.